എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓവർ തിങ്ക് ചെയ്ത് ക്ലാരിറ്റി കിട്ടാതെ ഇരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മെന്ററിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോച്ചിനെയോ കാര്യങ്ങൾ തുറന്ന് പറയാനും എന്താണ് വേണ്ടതെന്നുള്ള സ്വയം ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരു പേഴ്സണൽ കോച്ചിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നമ്മളെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും, നമുക്ക് കാണുന്നതിൽ എല്ലാം നെഗറ്റീവായിട്ട് കാണേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി അത് പോസിറ്റീവ് ആക്കാനും ലൈഫ് എങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത്തിലെത്താനും ഒക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ച് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇത് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്നൊക്കെ. രണ്ടും ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണ് ആവശ്യമെങ്കിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ആണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ നോക്കാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു എമൗണ്ട് ആവുമെന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ സെഷൻ വെച്ചിട്ടാണ് പേ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ 3 മന്ത് മൊത്തത്തിലാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതനുസരിച്ചാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യൂ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനൊരു കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഏത് ആൾക്കാർക്കും ഞാനിപ്പോ പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. എന്നാലും ഞാനൊന്ന് പറയാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എപ്പോഴും റിച്ച് ആയിട്ടും പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എപ്പോഴും പൂർ ആയിട്ടും ജീവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ലല്ലോ. പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എത്രയോ പേര് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു തീരെ ഞാൻ പറയാം. നമ്മളെപ്പോഴും നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ആൾക്കാര് കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്നത് അച്ഛനും അമ്മയും പൈസയെ കുറിച്ച് പറയുന്ന കുറെ പ്രശ്നങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലെ. അയ്യോ ഈ കയ്യിലിരിക്കുന്ന പൈസ തീർന്നു പോയാൽ എന്ത് ചെയ്യും, അയ്യോ കയ്യിൽ പൈസ വന്നില്ലല്ലോ, അയ്യോ ലോൺ അടച്ചില്ലല്ലോ. അങ്ങനെ പൈസ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പുറകെ നമ്മൾ പിന്നെ കേൾക്കുന്നത് കുറെ പ്രശ്നങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ട് വളരുമ്പോൾ നമ്മുടെ ഉള്ളില് പൈസയെ കുറിച്ചുള്ള ഒരു ഫിയർ നമ്മുടെ ഉപബോധ മനസ്സിൽ അറിയാതെ കയറി കഴിഞ്ഞാൽ നമ്മൾ വളർന്നു കഴിഞ്ഞാലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ അയ്യോ പൈസ ഒരു പ്രശ്നം പിടിച്ച എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും, ഇത് കയ്യിൽ നിന്ന് പോയാൽ അങ്ങനെ പ്രശ്നം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് എപ്പോഴും പൈസയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ കേൾക്കണം. അവരുടെ മക്കളും പൈസയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കേട്ടാ വളരണേ. ഇനിയിപ്പോ കയ്യിലുള്ള പൈസ പോയാലും അവർ അതിൽ മാസ്റ്റർ ആയതുകൊണ്ട്, മണി മേക്കിങ്ങിൽ മാസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് അറിയാം ആ പോയ പൈസ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, അവിടെ എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് അതൊരു ഗെയിം പോലെയാണ്, ഒരു ഗെയിം പോലെ എൻജോയ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് ആ ഫിയർ ഇല്ലാത്തത് കൊണ്ടും കയ്യിലെ പൈസ അഥവാ പോയാലും അവർക്ക് അതേപോലെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പൊ അവരുടെ മക്കളും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു വളരുമ്പോൾ അവർക്ക് മണി മേക്കിങ്ങിൽ മാസ്റ്റർ ആവാനും അതിനെ എങ്ങനെ നിലനിർത്തണമെന്നും ഡബിൾ ആക്കണമെന്നും എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവർക്കറിയാം. ആ ഫിയർ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മള് ഒരുപാട് ആൻസൈറ്റി ഒക്കെ വന്നിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ കൊളാക്കി കളയുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പൈസയെ കുറിച്ചുള്ള ഫിയറും ആ പൈസയെ കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കും. നമുക്ക് നോക്കാം അവിടെ എന്താണ് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ താങ്ക് യു.